കോഴിക്കോട്ടില് സരോവരം എന്ന് പറഞ്ഞ ബയോ പാർക്കിലോട്ട് പോവുകയാണ്. ടിക്കറ്റ് കൗണ്ടറാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, പത്രം വായിച്ചിരിക്കുക. വളരെ ഇംപ്രസീവായിട്ടുള്ള ഒരു സംഭവമാണ് കവാടം. സരോവരം ബയോ പാർക്ക്. ശരിയായ ബയോ പാർക്ക് തന്നെയാണ്. നല്ല ചെളിമണമൊക്കെ വരുന്നുണ്ട്. ഭംഗിയാക്കി ഇടാനുള്ള താല്പര്യമൊന്നും ഇവർക്കുണ്ടെന്ന് തോന്നില്ല. തീരെ മുറിച്ച ഷീറ്റ്, ഇത് പഴയ ബിൽഡിങ്ങിൻ്റെ ആണ്. അതെല്ലാം വാരിക്കോരിയിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗി. എൻട്രൻസിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. സോ അൺഗൈഡഡ് ഗ്രോത്ത് ഓഫ് നേച്ചർ. ഈ ചിത്രകലയൊക്കെ ഉണ്ട്. കുറേ കാര്യങ്ങൾ. എൻ്റെ കേരളം, എന്നും ചിന്തനം. ഓക്കെ, ഈ ഭാഗം കൂടെ ഒന്ന് സുന്ദരമാക്കി വെച്ചിട്ട് നന്നായിരുന്നത്. ദിസ് ഇസ് വാട്ട് ഇസ് ബയോസ്ഫിയർ മീൻസ്. നമ്മുടെ കുമരകം ബേർഡ് സാങ്ച്വറി ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. എന്നാലും അത്ര ഒരു തൃപ്തിയാവുന്ന ഒരു സൈറ്റല്ല. ഒരു ഇന്റർപ്രിട്ടേഷൻ സെന്റർ ഇവിടെ കാണുന്നുണ്ട്. അതൊന്നും മനസ്സിലായില്ല. എന്ത് ഇന്റർപ്രിറ്റ് ചെയ്യും എന്നുള്ളതൊന്നും മനസ്സിലായില്ല. ഒരുപക്ഷെ ഈ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്റർപ്രിറ്റ് ചെയ്യപ്പെടുക. ഐസ്ക്രീം, ഓക്കെ, അതൊരു കഫറ്റേറിയ പോലെ എന്തോമായിരുന്നു. പക്ഷെ അതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് വളരെ നല്ലതാണ്. ഹോട്ടലിൽ പോലുള്ള സംഭവങ്ങൾ. വെരി യുണീക്ക് ആർക്കിടെക്ചറൽ ഡിസൈൻ. ഓക്കെ, ഇത് അമ്യൂണിറ്റി സെന്റർ ആയിരുന്നു. ഈ ഭാഗത്തൊരു പ്രത്യേക വൈബുണ്ട്. നമ്മുടെ ശരിക്കുള്ള ഫോറസ്റ്റ്. യെസ്, ലെറ്റ്സ് വാക്ക് അലോങ് ദിസ് ലൈൻ. എൻട്രി പ്രവേശനം ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പ്രവേശനം വേണ്ട, ഇതുവഴി തന്നെ പോകാം. സോ എക്കോ പാർക്കാണ്. സോ കൊള്ളാം. തുറന്നേ ഉള്ളൂ. 9 മണിക്ക് മറ്റേ തുറന്നാണ്. ഇപ്പോൾ 9:44. അതുകൊണ്ട് ആരുമില്ല. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവമുണ്ട്. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് ഒരാളായെന്ന് തോന്നുന്നു. അകത്തേക്ക് കുറേ വഴികളിങ്ങനെ കിടപ്പുണ്ട്. വഴി വെട്ടിയിട്ടിരിക്കുന്നുണ്ടെന്ന് ഒരു കാനനപാതയാണ്. ഒന്ന് നടന്നു നോക്കാം. കുറേശ്ശെ പേടി തോന്നുന്നുണ്ട് ഒറ്റയ്ക്ക് നടക്കുമ്പം. കാരണം സംതിങ് കംസ് ഔട്ട്. I will let run with my bag which is very heavy. അവരവരുടെ പാട്ടുകളൊക്കെ അടുത്തവർക്കുന്നുണ്ട്. നല്ലൊരു ശകുനമാണ്. കേൾക്കാമല്ലോ. ശരിയായ കാട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമുണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഊഞ്ഞാൽ. ഇരിക്കുന്ന സ്ഥലം അതും ബയോ ആണെന്ന് തോന്നുന്നു. തെങ്ങിന്റെ മടലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കാട് കയറുക എന്ന് പറഞ്ഞതാണ് കേട്ടോ. നല്ലൊരു കാടാണ്. ഇതിലൊക്കെ കയറി പോകണം. കൂടുതലായിട്ടും കപ്പിൾസാണ് വരുന്നത്. അവിടെ ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഒരു കുഞ്ഞു പാലം. കപ്പിൾസ് ലോൺലി ആയിട്ടുള്ള സ്ഥലത്ത് വന്നിരിക്കാൻ ഉള്ള ആഗ്രഹം ഉണ്ടാകും. അവർ നേരത്തെ വന്നിരിപ്പുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഉച്ചയായാലും നല്ല തണലായിരിക്കും. നല്ല ഭംഗിയുള്ള വഴി. 2 ഇടിയപ്പമൊക്കെ കഴിച്ചിട്ട് കയറിയത്. വിശക്ക് കൊണ്ടുപോകും. കുറച്ച് നടന്നു. നല്ല എക്സസൈസാണ്. കാടുകയറ്റം എന്ന് പറയുന്നത്
അവിടെ ഒരു ഗുഹ കാണുന്നുണ്ട്. നല്ല സിംഹത്തിന്റെ മടയാണോ എന്ന് നോക്കിട്ട് വരാം. വിജയം ആവശ്യമാണ്. ഇത് മടയും കൊടയൊന്നുമല്ല, മുമ്പേ കണ്ട പോലത്തെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ള പ്ലാനാണ്. ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ. സാധാരണ എല്ലാവരും പറയുന്നത് കമ്പനി അടിച്ച് പറഞ്ഞാൽ നല്ല രസമുള്ളൂ എന്നുള്ള. പക്ഷെ എൻ്റെ വിചാരം അങ്ങനെയല്ല. ഒരു കീരി ഓടിപ്പോയിട്ടുണ്ട്. ആദ്യത്തെ വന്യജീവിയെ കണ്ടു. കമ്പനി അടിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അറ്റൻഷൻ മറ്റു പല കാര്യങ്ങളിലായിരിക്കും. വർത്തമാനം പറയലും ഒരു ഏകാഗ്രത, ഒരു കോൺസെൻട്രേഷൻ അവിടെ ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു പേടി എന്നൊരു ഫാക്ടർ, അത് സ്പൈസ് ഓഫ് ലൈഫാണ്. ഇച്ചിരി ഫിയറൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ, ഷോക്ക് ഉണ്ടെങ്കിൽ ലൈഫ് എൻജോയബിൾ ആവും. ശരിക്കും പറഞ്ഞാൽ വേറൊരു അതിപുരാതന നിർമ്മിതി ഇവിടെയുണ്ട്, അത് കണ്ടേക്കാം. ഇത് ഏതോ മരത്തിൻ്റെ വേരാണോ? കുഞ്ഞു ടാസന്മാർക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം. ഈ ഗോസ്റ്റ് സിനിമയിലൊക്കെ എടുക്കാൻ പറ്റിയ സെറ്റിങ്സ് ആണെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരാകും കേട്ടോ. നിറയെ ആൾക്കാരാകാൻ സാധ്യതയുണ്ട്. ആ കാടിനകത്ത് ഇങ്ങനെ സംഭവം. ഒരു അണ്ണാങ്കുഞ്ഞ് കയറി പോകുന്നുണ്ടോ? അയ്യോ, കിട്ടിയില്ല. ഇവിടെ വല്ല രാജകൊട്ടാരത്തിലെ സംഗീത സദസ്സ് പോലെ എന്തൊക്കെ നടത്താൻ പറ്റും. ഓക്കെ, ഗുഡ്. പക്ഷെ സെറ്റിംഗ് അടിപൊളി. എൻജോയ്ഡ്, റിയലി എൻജോയ്ഡ്. ഈ മരത്തിന്റെ ഷേപ്പ് നോക്കി. താണ്ടി വീണ്ടും മുന്നോട്ട് നമുക്ക് പോകാം. ശരിക്കും നോക്കിയാൽ ഒരു പേടി തോന്നുന്നുണ്ട്, ഇല്ലെന്നല്ല. മനോഹരമായ ഒരു കുളം കാണുന്നുണ്ട്. വെള്ളം ഒഴുകുന്ന കുളമാണ്. അതിൻ്റെ ഭംഗിയായിരിക്കും. നോ എൻട്രി എഴുതിയിട്ടുണ്ട്, പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് പ്രവേശിച്ചേക്കാല്ലേ. പ്രവേശനം എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ റിസ്ക് ഉള്ളതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഒരു കൊച്ചു പാലമൊക്കെ ഉണ്ട്. വെള്ളത്തിന് നല്ല സുഗന്ധമാണ് കേട്ടോ. ചകിരിയാണ് ഇട്ടിരിക്കുന്നത്, ചെളിക്കകത്ത് താന്നു പോകാതിരിക്കും. അയ്യോ അയ്യോ അയ്യോ, വീണ പണി കിട്ടും. പിന്നൊരു പാലം ഭംഗിയുണ്ട്. പാലത്ത് ആരെങ്കിലും കയറുന്നതാണെന്ന് പാർക്കുന്നത്. ഇത് കൊള്ളാം കേട്ടോ. കാടിനകത്തൊക്കെ കപ്പിൾസ് ഇരിപ്പുണ്ട്. അവർ നോക്കുന്നുണ്ട്. ഞാൻ ഈ ക്യാമറ അവരെ ഫേസ് ചെയ്യിപ്പിക്കുമെന്നൊരു പേടി അവർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് വന്നിരിക്കുന്നവർ ആരെയും കാണാതെ പബ്ലിക് മീഡിയ പീപ്പിൾ യൂഷ്വലി അവരെ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പ്രൈവസിയെ, സ്വകാര്യതയാണ് പോകുന്നില്ല. അവരുടെ മനോഹരമായ നിമിഷങ്ങൾ ഇവിടെ നമ്മളെന്തിനാ കളയുന്നു. ഓക്കെ, ടിപ്പിക്കൽ ഫോറസ്റ്റ് കൊള്ളാം കേട്ടോ. എല്ലാം കൊണ്ടും കൊള്ളാം. എൻ്റെ ഫ്രണ്ട് വശം മാത്രം ഒന്ന് നന്നാക്കിയാൽ മതി. ഇവിടെ പറഞ്ഞ പേടി നന്നായിട്ട് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത്ര പേരുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. നമ്മൾ വർത്താനം പറഞ്ഞങ്ങ് പോകും. എന്തൊക്കെയോ പറയും. ചിലപ്പോൾ ഇവിടെ വന്നിട്ട് നാട്ടിലെ കാര്യങ്ങൾ പറയും, നാട്ടിൽ പോയി ഇവിടുത്തെ കാര്യങ്ങൾ പറയും. നമ്മൾ പേടിക്കേണ്ടത് പേടിയാണ്. The only thing we have to fear is fear itself. The sensation of fear itself. That's blocking us from many things. In utter extreme fear, we do many things. Just as I do. Because I can philosophize about ചിലർ പാട്ട് പാടിക്കൊണ്ട് പോകാറുണ്ടല്ലേ. Kind of sensation is created. Why? Because you have seen Anaconda film, and many movement in water will make you think of that. Definitely. And these poor birds are walking on water, doing the miraculous job, earning their daily bread. അപ്പോൾ നമ്മുടെ ബയോസ്ഫിയർ ഇവിടെ അവസാനിക്കാമെന്ന് തോന്നുന്നു. അവിടെ വീടുകളൊക്കെ കാണുന്നുണ്ട്. So I have reached the other end of it. Relieved. തിരിച്ചു നടക്കണം. അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അന്ന് രണ്ട് പാട്ടൊക്കെ പാടിയിട്ട് വരാം. ഓക്കെ, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ എന്ന് പറയുന്നത്,
പ്രകൃതി ചുമരുകളോളം സർഗപ്രതിഭ പറത്തി നടക്കാം. അതിനകത്തെ ഇമേജറി എത്ര പവർഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് ആലോചിക്കേണ്ട പാട്ടുകളാണ് നമ്മൾ പണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ. സമയം 10:54. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നു. ഒത്തിരി കപ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെന്റർ ഓഫ് ഇവർക്കുള്ള സെന്ററായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ എല്ലാ ബയോസ്പേസും ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നതായിട്ട് തോന്നുന്നു. കാരണം വെച്ചാൽ എന്തെങ്കിലും രഹസ്യ സങ്കേതം എന്നുള്ള രീതിയിൽ അപ്പുറം അതിനെ ഡിഫൈൻ ചെയ്യാനോ ഇന്റർപ്രിട്ടേഷൻ സെന്റർ അവിടെ ഉണ്ടെങ്കിൽ പോലും അത് നടക്കുന്നില്ല. കാലാകാലങ്ങളെ നടക്കുന്ന ഒരു പ്രശ്നമാണത്.